ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ പ്രതിദിന രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് കാലത്തിന്റെ ഗതിവിഗതികൾ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയാണ്. ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ബുധനാഴ്ച 2026 ഓഗസ്റ്റ് 12. ഇന്ന് കൃഷ്ണപക്ഷ ചതുർദശി തിഥിയാണ്. ചതുർദശി തിഥി ആത്മീയ ശുദ്ധീകരണത്തിനും മനസ്സിനെ ശാന്തമാക്കാനും വളരെ ഉത്തമമാണ്. പുഷ്യം നക്ഷത്രമാണ് ഇന്ന്. ഇത് ഐശ്വര്യവും ഭാഗ്യവും നൽകുന്ന നക്ഷത്രമായി കണക്കാക്കപ്പെടുന്നു. ഉച്ചയ്ക്ക് 3:26 വരെ വ്യതിപാത യോഗമുണ്ട്. ഇന്ന് സൂര്യോദയം രാവിലെ 6:02 സൂര്യാസ്തമയം വൈകുന്നേരം 7:02 ഉച്ചയ്ക്ക് 12:32 മുതൽ 2:09 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:06 മുതൽ 12:58 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്കെത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേടം രാശിക്കാരെ, ഇന്ന് 2026 ഓഗസ്റ്റ് 12 ബുധനാഴ്ച നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് കർക്കടകം രാശിയിൽ പുഷ്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഈ ഗ്രഹനില നിങ്ങൾക്ക് അധികാരം സ്ഥാപിക്കാനുള്ള പുതിയ വഴികൾ കാണിച്ചുതരും. എന്നാൽ ഇത് വിജയത്തോടൊപ്പം ചില വെല്ലുവിളികളും കൊണ്ടുവരും. ജീവിതത്തിലെ ഈ പുതിയ പുരോഗതി ആസ്വദിക്കുക. എന്നാൽ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ അവസരങ്ങളെ നശിപ്പിക്കുമെന്ന് ഓർക്കുക. ഇന്ന് രാവിലെ 10:30 മുതൽ 12:30 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇന്ന് വയലറ്റ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. അതിനാൽ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരമായി ഇന്ന് കുറച്ചു സമയം പ്രകൃതിയുമായി ഇണങ്ങി ചെലവഴിക്കുക. അത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്നാൽ അമിതാവേശം കാണിക്കരുത്. യുവാക്കൾ ഇന്ന് വികാരങ്ങളെ നിയന്ത്രിക്കണം. കാരണം കർക്കടകത്തിലെ ചന്ദ്രൻ നിങ്ങളെ കൂടുതൽ വൈകാരികമാക്കാൻ സാധ്യതയുണ്ട്. വീട്ടമ്മമാർക്ക് ഇന്ന് വീട് അലങ്കരിക്കാനും പുതിയ സാധനങ്ങൾ വാങ്ങാനും നല്ല ദിവസമാണ്. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ്സുകാർ പുതിയ നിക്ഷേപങ്ങളിൽ അമിത ആവേശം കാണിക്കരുത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ദഹനസംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി അഹരസായം നൽകുക. ഇന്നത്തെ എൻ്റെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യം എന്താണെന്ന് നിങ്ങൾ കരുതുന്നു? കഠിനാധ്വാനമോ അതോ ഭാഗ്യമോ? കമൻറ്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 12, 2026 ബുധനാഴ്ച നിങ്ങൾക്ക് വൈകാരികമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ കർക്കടകം രാശിയിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ തീരുമാനങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കും. അത് കുടുംബത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരും. സാമൂഹികമായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാനും ഇന്ന് നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും. സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കാൻ പറ്റിയ സമയമാണിത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രാസാവിൻ്റെ സ്വാധീനം നിങ്ങളുടെ ജോലിസ്ഥലത്ത് ചെറിയ തർക്കങ്ങൾക്ക് കാരണമായേക്കാം. അതിനാൽ അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക.
വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്തുക. വീട്ടമ്മമാർ ഇന്ന് കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ബിസിനസ്സുകാർക്ക് ഇന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും. എങ്കിലും വലിയ ഇടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിക്കണം. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ അല്പം ജാഗ്രത പാലിക്കുക. വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുക. നീലനിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് ഏതെങ്കിലും ഒരു ജീവജാലത്തിന് ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് നിങ്ങൾ കരുതുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 12, 2026 ബുധനാഴ്ച നിങ്ങൾക്ക് വളരെ സംതൃപ്തിയും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 2-ാം ഭാവത്തിൽ കർക്കടകം രാശിയിൽ പുഷ്യനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. പുഷ്യനക്ഷത്രം എല്ലാ നക്ഷത്രങ്ങളിലും വെച്ച് ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ഇന്ന് നിങ്ങൾക്ക് മനസ്സിന് വലിയൊരു ശാന്തിയും സംതൃപ്തിയും അനുഭവപ്പെടും. സാമ്പത്തികമായി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഏറെക്കാലമായി വസ്തുവകകൾ വാങ്ങാനോ നിക്ഷേപം നടത്താനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഗ്രഹനില നിങ്ങൾക്ക് വിജയം നൽകും. ജോലിസ്ഥലത്ത് ഇന്ന് വളരെ മികച്ച ദിവസമാണ്. മുടങ്ങിക്കിടക്കുന്ന എല്ലാ ജോലികളും തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക: ഇന്ന് തിടുക്കപ്പെട്ട് ഒരു തീരുമാനവും എടുക്കരുത്. പ്രത്യേകിച്ച് രേഖകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത. പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കും. പുഷ്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനം മൂലം നിങ്ങളുടെ ബുദ്ധിശക്തി കൂടും. എങ്കിലും സുഹൃത്തുക്കളോടൊപ്പം സമയം കളയാതെ പഠനത്തിന് മുൻഗണന നൽകുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ആശയവിനിമയത്തിന് പ്രാധാന്യമുള്ള ദിവസമാണ്. പങ്കാളിയുമായുള്ള തെറ്റിദ്ധാരണകൾ മാറും. എന്നാൽ ആർക്കും ആലോചിക്കാതെ വാക്ക് നൽകരുത്. പിന്നീട് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. ഗൃഹിണിമാർക്ക് ഇന്ന് വീട് അലങ്കരിക്കാനോ പുതിയ സാധനങ്ങൾ വാങ്ങാനോ നല്ല ദിവസമാണ്. കുടുംബാംഗങ്ങളുമായുള്ള സംഭാഷണം മനസ്സിന് സന്തോഷം നൽകും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. ജോലിയിൽ മേലധികാരികളുടെ പിന്തുണ ലഭിക്കും. ബിസിനസ്സുകാർ പുതിയ പങ്കാളിത്തം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കുക. ഇന്ന് മഞ്ഞ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 9 മണി മുതൽ 11:30 വരെ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഇന്ന് ഒരു പുണ്യകർമ്മമായി പക്ഷികൾക്ക് ഭക്ഷണം നൽകുകയോ അർഹരായവർക്ക് സഹായം നൽകുകയോ ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജത്തെ അകറ്റും. ധ്യാനത്തിന് ഇന്നത്തെ ദിവസം വളരെ ഉത്തമമാണ്. കുറഞ്ഞത് 10 മിനിറ്റ് എങ്കിലും ശാന്തമായി ഇരിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം നിങ്ങൾക്ക് എപ്പോഴാണ് ലഭിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ ഉടനെയാണോ അതോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണോ? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് 12 ഓഗസ്റ്റ് 2026 ബുധനാഴ്ച ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ പുഷ്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. സൂര്യൻ, ബുധൻ, വ്യാഴം എന്നിവയുടെ നിങ്ങളുടെ രാശിയിലെ സാന്നിധ്യം നിങ്ങളെ വൈകാരികമായി അല്പം സമ്മർദ്ദത്തിലാക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളും കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളും തമ്മിലുള്ള സംഘർഷം ഇന്ന് അനുഭവപ്പെടാം. കഠിനാധ്വാനത്തിന്റെ ഫലം സാമ്പത്തിക നേട്ടമായി ലഭിക്കുമെങ്കിലും വീട്ടുകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത്. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ്സുകാർ ഇന്ന് പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുക. ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. പഴയ സുഹൃത്തുക്കളെ വിളിക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും.
ഇന്ന് കടും നീല നിറം ധരിക്കുന്നത് ഭാഗ്യം നൽകും. ശ്രദ്ധിക്കുക, ഇന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത്. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം എന്താണ്? കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 12. നിങ്ങൾക്ക് ആത്മപരിശോധനയ്ക്കും മനഃശാന്തിക്കും അനുയോജ്യമായ ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 12-ാം ഭാവത്തിൽ കർക്കടകം രാശിയിലും പുഷ്യം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. നക്ഷത്രങ്ങളുടെ രാജാവായ പുഷ്യം നക്ഷത്രത്തിന്റെ സ്വാധീനം നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളെ കൂടുതൽ വ്യക്തമാക്കും. പഴയ ഓർമ്മകൾ അയവിറക്കാനും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണാൻ ആഗ്രഹിക്കാനും ഇന്ന് സാധ്യതയുണ്ട്. തിരക്കുകളിൽ നിന്ന് മാറി ഒരു നല്ല പുസ്തകം വായിക്കുന്നത് നിങ്ങൾക്ക് വലിയ മാനസിക ഉന്മേഷം നൽകും. എന്നാൽ ശ്രദ്ധിക്കുക, ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്. കാരണം ചന്ദ്രന്റെ ഈ സ്ഥാനം നിങ്ങളെ അമിതമായി വൈകാരികമാക്കാൻ സാധ്യതയുണ്ട്. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പറ്റിയ ദിവസമാണ്. പുഷ്യം നക്ഷത്രത്തിന്റെ സ്വാധീനം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. യുവജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക. രാഹുവിന്റെ സ്വാധീനമുള്ളതിനാൽ അപരിചിതരെ അമിതമായി വിശ്വസിക്കരുത്. ബിസിനസ്സുകാർ ഇന്ന് സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. മുതിർന്നവർ ദഹനസംബന്ധമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കുകയും പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുകയും ചെയ്യുക. ഇന്നത്തെ പുണ്യകർമ്മം: ഒരു പുസ്തകം അല്ലെങ്കിൽ പഠനസാമഗ്രികൾ അർഹരായവർക്ക് ദാനം ചെയ്യുക. ഇന്ന് മജന്ത, അതായത് കടും പിങ്ക് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രചോദനം നൽകിയ പുസ്തകം ഏതാണ്? കമന്റ് ചെയ്യുക സുഹൃത്തുക്കളെ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 12 നിങ്ങൾക്ക് അല്പം തിരക്കേറിയ ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് കർക്കടക രാശിയിൽ പുഷ്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. പുഷ്യം നക്ഷത്രത്തിലെ ചന്ദ്രന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ജോലിഭാരം വർദ്ധിപ്പിക്കും. ഇന്ന് നിങ്ങൾ അല്പം ആശയക്കുഴപ്പത്തിലായേക്കാം. എന്നാൽ ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുതരും. ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ തയ്യാറാവുക. വിജയം നിങ്ങളെ തേടിയെത്തും. ഇന്ന് കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഇത് നെഗറ്റീവ് ഊർജം ഒഴിവാക്കാൻ സഹായിക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യുക. ഇന്ന് പുതിയൊരു ഹോബി തുടങ്ങാൻ ശ്രമിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. ശനിയുടെ സ്വാധീനം മൂലം ഉണ്ടാകുന്ന തടസ്സങ്ങളെ മറികടക്കാൻ ക്ഷമയോടെ ഇരിക്കുക. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു സംഭവം ഏതാണ്? കമന്റിൽ പങ്കുവെക്കൂ. ഈ വിലപ്പെട്ട ജ്യോതിഷ അറിവുകൾ നിങ്ങളിലേക്കെത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. ഈ ചാനലിനെ പിന്തുണയ്ക്കുന്നതിനായി ദയവായി വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന UPI QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവനയായി നൽകുക. ഇനി അതിന് സാധിക്കാത്തവരാണെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് രേഖപ്പെടുത്തുകയും നിങ്ങളുടെ ഇന്നലത്തെ അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഈ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 12. കർക്കടക രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങൾക്ക് വീട്ടിൽ സമാധാനപരമായ ഒരു ദിവസം സമ്മാനിക്കുന്നു. കുടുംബാംഗങ്ങളുടെ സ്നേഹവും കരുതലും ഇന്ന് നിങ്ങൾ പൂർണ്ണമായി തിരിച്ചറിയും. നിങ്ങളുടെ നിസ്വാർത്ഥമായ പെരുമാറ്റം അവർ തിരിച്ചറിയുകയും ജീവിതത്തിലെ മുൻഗണനകൾ ക്രമീകരിക്കാൻ അവർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഭാവിയിൽ കുടുംബത്തോടൊപ്പം ഇത്രയും സമയം ചിലവഴിക്കാൻ സാധിക്കണമെന്നില്ല. അതിനാൽ ഈ നിമിഷങ്ങൾ പരമാവധി ആസ്വദിക്കുക. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക: ഇന്ന് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി നല്ല ബന്ധം പുലർത്തുക.
ബിസിനസ്സുകാർ ഇന്ന് പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ന് കടും നീല നിറം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണിവരെയുള്ള സമയം ശുഭകരമാണ്. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ദിവസവും വ്യായാമം ചെയ്യുക. ഒപ്പം ഒരു ചെറിയ ഇരുമ്പ് കഷ്ണം കൂടെ കരുതുന്നത് നല്ലതാണ്. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരാണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 12 നിങ്ങൾക്ക് പുതിയ സൗഹൃദങ്ങളുടെയും അവസരങ്ങളുടെയും ദിവസമാണ്. ചന്ദ്രൻ കർക്കടക രാശിയിലും പുഷ്യം നക്ഷത്രത്തിലും നിൽക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ വ്യക്തിയെ പരിചയപ്പെടാൻ സാധിക്കും. ഈ സൗഹൃദം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും. കഠിനമായ സാഹചര്യങ്ങളിൽ നിങ്ങളെ പിന്തുണയ്ക്കാനും ശാന്തമായി ചിന്തിക്കാൻ സഹായിക്കാനും ഈ പുതിയ സുഹൃത്തിന് സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം തിരഞ്ഞെടുക്കുക. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. ഇന്ന് പിങ്ക് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശനിയുടെ സ്വാധീനം മൂലം മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ശാന്തമായ സംഗീതം കേൾക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ഇന്ന് ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്ക് പുണ്യം നൽകും. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ്സുകാർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ സുഹൃത്ത് ആരാണ്? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി ഞങ്ങളെ പിന്തുണയ്ക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ ധനുരാശിക്കാരെ, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലെ തിരക്കുകൾക്ക് ശേഷം ഇന്ന് നിങ്ങൾക്ക് സമാധാനപരമായ ഒരു ദിവസം ലഭിക്കും. ചന്ദ്രൻ കർക്കടക രാശിയിലും പുഷ്യം നക്ഷത്രത്തിലുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ഷീണം കാരണം ഇന്ന് അല്പം മടി അനുഭവപ്പെട്ടേക്കാം. അതിനാൽ ഇന്ന് വിശ്രമത്തിന് മുൻഗണന നൽകുക. കുടുംബകാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും. അതിനാൽ ക്ഷമയോടെ പെരുമാറുക. ഉച്ചയ്ക്ക് 1:30 മുതൽ 2:30 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. പിങ്ക് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് മറ്റുള്ളവരോട് നന്ദി പ്രകടിപ്പിക്കുക. ഇത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. ശ്രദ്ധിക്കുക: ഇന്ന് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. ബിസിനസ് ചെയ്യുന്നവർ ഇന്ന് വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒരു ചോദ്യം: ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം കൈവരിക്കാൻ വേണ്ടത് കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 12 നിങ്ങൾക്ക് വളരെ ശ്രദ്ധയും സംയമനവും ആവശ്യമുള്ള ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് കർക്കടകം രാശിയിൽ പുഷ്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങളുടെ 7-ാം ഭാവത്തെ സ്വാധീനിക്കുന്നു. ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാക്കുകൾ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദേഷ്യം നിയന്ത്രിക്കുക എന്നതാണ് ഇന്നത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ അത് വ്യക്തിപരമായി പരിഹരിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം മൗനം പാലിക്കുന്നതാണ് ഉചിതം. രാഹുവിൻ്റെ ശക്തമായ സ്വാധീനമുള്ളതിനാൽ മനസ്സ് അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ അനാവശ്യമായ ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലകളിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. പുഷ്യം നക്ഷത്രത്തിലെ ചന്ദ്രൻ്റെ സ്വാധീനം കാരണം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പഴയ കാര്യങ്ങൾ ആവർത്തിച്ചു പഠിക്കുന്നതാണ് നല്ലത്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ അഹങ്കാരം കാണിക്കരുത്. തർക്കങ്ങൾ ഒഴിവാക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ സുഗമമായ മുന്നോട്ടുപോക്കിന് സഹായിക്കും. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളുമായി ഒത്തുപോകാൻ അല്പം ക്ഷമ ആവശ്യമാണ്. വീടിൻ്റെ അന്തരീക്ഷം ശാന്തമായി നിലനിർത്താൻ നിങ്ങൾ മുൻകൈ എടുക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ അമിതമായി ഹൃദയത്തിൽ എടുക്കരുത്. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ജോലിസ്ഥലത്ത് ഇന്ന് സംയമനം പാലിക്കേണ്ട ദിവസമാണ്.
മേലധികാരികളോടോ സഹപ്രവർത്തകരോടോ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ ഇന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കുകയും മനസ്സിന് ശാന്തി ലഭിക്കാൻ ധ്യാനിക്കുകയും ചെയ്യുക. ഇന്ന് ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നത് തന്നെ വലിയൊരു പുണ്യകർമ്മമാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. വൈകുന്നേരം 6:35 മുതൽ 7:35 വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ചോദ്യം: ജീവിതത്തിലെ പ്രതിസന്ധികളിൽ മൗനം പാലിക്കുന്നത് തോൽവിയാണോ അതോ വിവേകമാണോ? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. സാധിക്കുമെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 12, 2026 ബുധനാഴ്ച നിങ്ങൾക്ക് ക്ഷമയുടെയും വിവേകത്തിൻ്റെയും ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 6-ാം ഭാവത്തിൽ കർക്കടകം രാശിയിൽ പുഷ്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. പുഷ്യം നക്ഷത്രം ശനിയുടെ നക്ഷത്രമായതിനാൽ ജോലിസ്ഥലത്ത് മേലധികാരികളുമായോ അധികാരം കൈയാളുന്നവരുമായോ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജോലിയിൽ ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം. എന്നാൽ ഓർക്കുക, ഈ അവസ്ഥ താൽക്കാലികമാണ്. ഇന്ന് ശാന്തമായി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ താക്കോൽ. ആരുമായും തർക്കിക്കുന്നതിനേക്കാൾ വിനയം കാണിക്കുന്നത് നിങ്ങയും ഗുണം ചെയ്യും. അഹങ്കാരം ഒഴിവാക്കുക. കാരണം ഇന്ന് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന ദിവസമാണ്. വിവിധ മേഖലകളിൽ ഉള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. പുഷ്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനം കാരണം പഴയ പാഠങ്ങൾ ആവർത്തിച്ചു പഠിക്കുന്നത് ഇന്ന് കൂടുതൽ ഫലപ്രദമായിരിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ചെറിയ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇന്ന് തർക്കിക്കുന്നതിനേക്കാൾ മൗനം പാലിക്കുന്നതാണ് നല്ലത്. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ദിവസമാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. വീട്ടിൽ ആരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് വെല്ലുവിളികൾ നിറഞ്ഞ ദിവസമാണ്. മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇന്ന് പുതിയ നിക്ഷേപങ്ങളോ വലിയ തീരുമാനങ്ങളോ എടുക്കാതിരിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ദഹനപ്രശ്നങ്ങളോ അസിഡിറ്റിയോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. സാധിക്കുമെങ്കിൽ അർഹരായവർക്ക് വെള്ളമോ ഭക്ഷണമോ നൽകുക. ഇന്ന് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ പഴയ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ മുന്നേറാൻ കഠിനാധ്വാനമാണോ അതോ കൃത്യസമയത്ത് കാണിക്കുന്ന ക്ഷമയാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രിയ മീനം രാശിക്കാരെ, ഓഗസ്റ്റ് 12 ബുധനാഴ്ച നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണ്. കർക്കടക രാശിയിലെ ചന്ദ്രനും പുഷ്യം നക്ഷത്രവും നിങ്ങളുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. പ്രമേഹ രോഗികൾ പഞ്ചസാരയുടെ അളവ് കൃത്യമായി പരിശോധിക്കണം. ഭക്ഷണകാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത്. വ്യായാമം മുടക്കിയവർക്ക് ഇന്ന് അത് പുനരാരംഭിക്കാൻ തോന്നലുണ്ടാകും. ഇത് വളരെ നല്ലതാണ്. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം ഇളം വയലറ്റ് ആണ്. ഉച്ചയ്ക്ക് 3:30 മുതൽ 4:45 വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. ശനിയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇന്ന് വീട്ടിൽ തന്നെ ആരോഗ്യകരമായ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക. ഇന്നത്തെ ചോദ്യം: ആരോഗ്യകരമായ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്താണെന്ന് നിങ്ങൾ കരുതുന്നു? കമന്റ് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.